രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. വാൽമീകി രാമായണമാണ് നമ്മുടെ പഠനത്തിന്റെ വിഷയം. കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ വർഷത്തിന്റെ മുൻപ് 2024 കർക്കടക മാസത്തിലെ 32 ദിവസങ്ങളും കൊണ്ട് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതെല്ലാം തന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്. യൂട്യൂബില് സത്യാനന്ദ സംസ്കൃതി എന്നു പേരായിട്ട് എൻ്റെ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ നാമധേയത്തില് ഒരു ചാനൽ വർഷങ്ങൾ മുമ്പേ ആരംഭിച്ചു. കോവിഡിന് തൊട്ട് മുമ്പായിട്ട് അന്ന് മുതൽ അത് നിരന്തരം പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ദിവസവും ഒരു വീഡിയോ വരും. ഭാരതീയമായ മഹാഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി, ഭാരതീയ സംസ്കൃതിയെ ആസ്പദമാക്കിയുള്ളതായ പഠനങ്ങളും ചർച്ചകളും ഒക്കെയാണ് ആ വീഡിയോകളുടെ വിഷയം. അതിങ്ങനെ വർഷങ്ങളായി തുടർന്നു വരുന്നു. അങ്ങനെയാണ് 2024 കർക്കടക മാസകാലത്ത് അധ്യാത്മരാമായണം നമ്മൾ സമ്പൂർണമായിട്ട് ചർച്ച ചെയ്തത്. 2025 അതായത് കഴിഞ്ഞ വർഷം വാൽമീകി രാമായണം പരിചയപ്പെടാം എന്ന് തീരുമാനിച്ചു. വളരെ വിപുലമാണല്ലോ വാൽമീകി രാമായണ ഗ്രന്ഥം. 24,000 അതിലെ ശ്ലോക സംഖ്യ. വളരെ വിപുലമാണ്. വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയാണ് ഈ ലോകത്തിൽ സകല രാമായണങ്ങളും ഉണ്ടായത്. എല്ലാവരും വാൽമീകിയെ പിന്തുടരുന്നു. രാമകഥയുടെ പരമമായിരിക്കുന്ന നമ്മുടെ പഠനസ്ഥാനം, പരമ അധികാരി അത് വാൽമീകിയാണ്. അദ്ദേഹം പറഞ്ഞതാണ് രാമകഥയിലുള്ളത്. വാൽമീകി രാമായണത്തിന് അനേകം അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങളെ വാൽമീകി ശേഷം നൂറ്റാണ്ടുകളും ആയിരത്താണ്ടുകൾക്കും ശേഷം പിന്തുടർന്നു വന്ന ഋഷിവര്യന്മാർ നമുക്ക് അവരുടേതായ രാമായണ ആഖ്യാനങ്ങളിലൂടെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ വ്യാസഭഗവാൻ വാൽമീകി രാമായണത്തിന്റെ പ്രമുഖമായിരിക്കുന്ന അധ്യാത്മ അർത്ഥതലം നമുക്ക് സംസ്കൃതത്തിൽ വിശദമാക്കി തന്നു. അതിന്റെ മധുരമായ മലയാളത്തിലുള്ളതായ സ്വതന്ത്ര വിവർത്തനം നമ്മുടെ മലയാള ഭാഷയുടെ, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ഇന്നേക്ക് 400 വർഷം മുമ്പ് അധ്യാത്മരാമായണമായിട്ട് നമുക്ക് കനിഞ്ഞ് അരുളുകയും ചെയ്തു. അതായിരുന്നു 2024 നമ്മുടെ ചർച്ചാ വിഷയം. തുടർന്ന് അതിനാസ്പദമായിരിക്കുന്ന സകല രാമായണങ്ങൾക്കും ആസ്പദമായിരിക്കുന്ന വാൽമീകി രാമായണത്തെ എല്ലാ ആളുകൾക്കും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിശ്രമം 2025 തുടങ്ങി. അത് ഇപ്പോഴും നമുക്ക് തുടരുന്നു. ഏതാനും വർഷം കൂടി അത് പൂർണ്ണമാക്കാനായിട്ട് നമുക്ക് വേണ്ടിവരും. ഈ വർഷം നമ്മൾ ചിത്രകൂടത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് രാമകഥയുടെ മുന്നോട്ടുള്ളതായ പ്രയാണം നാം പഠിക്കും. ശ്രീരാമകഥയെ നമുക്ക് എത്തിച്ചു തന്ന ഋഷിവര്യന്മാർ അനേക ആയിരമുണ്ട്. സാഹിത്യകാരന്മാരും കലാകാരന്മാരും അനേക ആയിരമുണ്ട്. ആയിരത്താണ്ടുകളിലൂടെ അഭംഗുരമായിട്ട് അവർ രാമായണത്തെ എല്ലായിടവും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലോകമുള്ളിടത്തോളം കാലം രാമായണം നിലനിൽക്കും എന്നുള്ള ബ്രഹ്മാവിന്റെ വാക്യം സത്യമാക്കിക്കൊണ്ട് ആ അനേകം ഋഷിവര്യന്മാരുടെ പരിശ്രമങ്ങൾ രാമായണത്തെ സജീവമാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നു.
പ്രിയമുള്ളവരെ, ശ്രീരാമചന്ദ്ര മഹാപ്രഭു ചിത്രകൂടത്തിൽ വസിക്കുമ്പോൾ നമ്മെ അയോധ്യയിലേക്ക് വാൽമീകി മഹർഷി കൂട്ടിക്കൊണ്ടുപോകുന്നു. ഗംഗാതീരത്ത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഗുഹൻ നയിക്കുന്ന വഞ്ചിയില് ഗംഗ തരണം ചെയ്യുന്നത് നിർനിമേഷനായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു ദശരഥന്റെ മന്ത്രിയായ സുമന്ത്രൻ. അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോടൊപ്പം കാട്ടിലേക്ക് പോകണമെന്നും 14 വർഷം രാമനെ സേവിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്നും ആഗ്രഹം അദ്ദേഹം രാമനോട് പറഞ്ഞു. പക്ഷേ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അങ്ങ് ദശരഥ മഹാരാജാവിന്റെ മന്ത്രിയാണ്, അയോധ്യയെ സേവിക്കാൻ നിയുക്തനാണ്, അങ്ങയുടെ കർത്തവ്യമാണത്. അതിനാൽ അങ്ങ് എന്നോടൊപ്പം കാനനത്തിലേക്ക് വരാൻ പാടില്ല. 14 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ മടങ്ങി വരും. അങ്ങ് ഉടനെ തന്നെ തിരിച്ചു പോയിക്കൊള്ളുക. ചെന്ന് അച്ഛനോട് എന്റെ സന്ദേശം അറിയിക്കുക, സീതയുടെയും ലക്ഷ്മണന്റെയും സന്ദേശവും അറിയിക്കുക. എന്നിട്ട് അദ്ദേഹത്തെ അങ്ങേറ്റ ശ്രദ്ധയോടുകൂടിയിട്ട് അങ്ങ് വീണ്ടും സേവിക്കുക. ശ്രീരാമചന്ദ്രൻ നിർബന്ധിച്ചു. അങ്ങനെ നിവൃത്തിയില്ലാതെ സുമന്ത്രർക്ക് മടങ്ങിപ്പോകേണ്ടി വരികയാണ്. എങ്കിലും കാനനത്തിനുള്ളിലേക്ക്, ഗംഗയുടെ മറുകരയിൽ കാനനത്തിനുള്ളിലേക്ക് ശ്രീരാമനും ലക്ഷ്മണനും സീതയും മറയുന്നത് വരെ ഇക്കരയില് സുമന്ത്രര് നോക്കി നിന്നു. അപ്പോഴേക്കും മറുവശത്ത് നിന്ന് ഗുഹൻ തിരിച്ചിങ്ങോട്ട് വരികയാണ്. സുമന്ത്രർക്ക് നേരത്തെ ഉണ്ടായതായ അതേ ആഗ്രഹം ഗുഹന്റെ മനസ്സിലുമുണ്ട്. അദ്ദേഹം മറുകരയിൽ ശ്രീരാമചന്ദ്രനെ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം രാമൻ കാനനത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഗുഹൻ പറഞ്ഞു, ഞാനും വരാം അങ്ങയോടൊപ്പം കാട്ടിലേക്ക്. അങ്ങയെ പരിസേവിക്കുവാനുള്ളതായ അവസരം അങ്ങ് എനിക്കും നൽകണം. ലക്ഷ്മണകുമാരന് കൊടുത്തതായ സൗഭാഗ്യം അങ്ങ് എനിക്കും നൽകണം. ഞാൻ രാത്രിയും പകലും അങ്ങയെ സേവ ചെയ്തുകൊണ്ട് അങ്ങയോടൊപ്പം ഉണ്ടാകും. ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ ഗുഹനോട് പറഞ്ഞു, ശൃംഗവേരപുരം രക്ഷിക്കേണ്ട ചുമതല അങ്ങയിൽ നിക്ഷിപ്തമാണ്. അവിടെ അങ്ങയുടെ കർത്തവ്യം അങ്ങയെ കാത്തിരിക്കുന്നു. സ്വന്തം ചുമതലകൾ വിട്ടിട്ട് ദൂരേക്കെങ്ങും ആരും പോകാൻ പാടില്ല. അതിനാൽ അങ്ങ് ശൃംഗവേരപുരത്തേക്ക് മടങ്ങുക. ഞാൻ 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവസരത്തില് അങ്ങയെ നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഗുഹനെ പറഞ്ഞയച്ചു. ഗുഹന് നിവൃത്തിയില്ലായിരുന്നു തിരിച്ചു പോരുകയല്ലാതെ. അങ്ങനെ വഞ്ചി തൊഴിഞ്ഞ് ഗുഹൻ ഇക്കരയിലെത്തി, സുമന്ത്രന്റെ അരികിലെത്തി. തുടർന്ന് അവർ രണ്ടുപേരും വളരെ ദുഃഖത്തോടുകൂടി കണ്ണുനീർ പ്രവഹിപ്പിച്ചുകൊണ്ട് രാമൻ കാനനത്തിനുള്ളിലേക്ക് മറയുന്നത് ഇക്കര നിന്ന് നോക്കി കാണുകയായിരുന്നു. എന്നിട്ട് ആ ദുഃഖത്തെ അവർ രണ്ടുപേരും വാക്കുകൾ കൊണ്ട് പരസ്പരം കൈമാറി. കഥയിത്വാതു ദുഃഖാർത്തഃ സുമന്ത്രേണ ചിരം സഹ രാമേ ദക്ഷിണകൂലസ്ഥേ ജഗാമ സ്വഗൃഹം ഗുഹ. രാമനെ പിരിഞ്ഞതുകൊണ്ട് തന്റെ ഉള്ളിലുണ്ടാകുന്നതായ ദുഃഖത്തെ ഗുഹൻ സുമന്ത്രരോട് പറയുകയാണ്. അതേപോലെ അതിതീവ്രമായ ദുഃഖമാണ് സുമന്ത്രർക്ക്. അങ്ങനെ ഏറെ നേരം അവർ രണ്ടുപേരും ആ ദുഃഖം പങ്കുവച്ചു. രാമൻ ഗംഗാനദിയുടെ ദക്ഷിണതീരത്ത് ഉള്ളതായ കാടുകൾക്കുള്ളിലേക്ക് മറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും അവർ അങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ട് രോദനം ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും നിവൃത്തിയില്ല, അതുകൊണ്ട് മടങ്ങിപ്പോവുകയാണ്. സുമന്ത്രര് തേരൊരുക്കി തേരിലേറി അയോധ്യയിലേക്ക് പുറപ്പെടുന്നു. ഗുഹൻ ശൃംഗവേരപുരത്തേക്കും പോകുന്നു. സുമന്ത്രര് വന്ന മാർഗത്തിൽ കൂടി തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. ഭരദ്വാജ അഭിഗമനം പ്രയാഗേച്ച സഭാജനം ആഗിരേർ ഗമനം തേഷാം തത്രസ്ഥൈരഭിലക്ഷിതം
ഈ സമയത്ത് ഗുഹന്റെ ഗൂഢചാരന്മാര് രാമനെ കുറിച്ചുള്ളതായ അറിവുകൾ എത്തിച്ചു കൊടുത്തു. ശ്രീരാമചന്ദ്ര മഹാപ്രഭു കാട്ടിനുള്ളിലേക്ക് പോകുമ്പോഴേക്കും ഗുഹനെയെല്ലാം തിരിച്ചയച്ചിരുന്നു. പക്ഷേ ഗുഹന്റെ ആളുകൾ അവര് ആ കാടുകളിൽ എല്ലായിടവും അങ്ങും ഇങ്ങുമായിട്ടൊക്കെ ഉണ്ട്. വൃത്താന്തങ്ങൾ സംഭരിച്ചിട്ട് ഗുഹനെ അറിയിക്കാൻ വേണ്ടി അവര് രാമൻ എങ്ങോട്ട് പോയി എന്നുള്ളത് ഗുഹനെ അറിയിച്ചു. ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടൊപ്പം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയത്, അവിടെ ഒരു ദിവസം പാർത്തിട്ട് അവിടെ നിന്ന് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് യമുനാ നദി കടന്നിട്ട് പിന്നെയോ അതിനുശേഷം വാൽമീകിയുടെ നിർദ്ദേശമനുസരിച്ചിട്ട് ചിത്രകൂടത്തിലേക്ക്, അവിടെ അദ്ദേഹം ആശ്രമം നിർമ്മിച്ച് പാർക്കുന്നതുമെല്ലാം ആ ഗൂഢചാരന്മാര് ഗുഹനെ അറിയിച്ചു. ഗുഹനിൽ നിന്നിട്ട് ഈ വൃത്താന്തങ്ങളെല്ലാം ലഭിച്ചു സുമന്ത്രർക്ക്. അങ്ങനെ അവർ രണ്ടുപേരും യാത്ര പറഞ്ഞ് വിരിയാണ്. സുമന്ത്രരെ തേരിലെ കുതിരകളെ പൂട്ടി അയോധ്യാമേവ നഗരിയും പ്രയയവും ഗാഠദുർമനാഹ, വർദ്ധിച്ച ദുഃഖത്തോടു കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് സുമന്ത്രരെ അയോധ്യ എന്നുള്ള നഗരിയിലേക്ക് മടങ്ങിപ്പോവാണ്. പോകുന്നത് ആ വന്ന അതേ കാടുകളിലൂടെ, അതേ മാർഗത്തിലൂടെ. സവനാനി സുഗന്ധീനി സരിതശ്ച സരാംസിച്ച, സുഗന്ധികളായിരിക്കുന്ന പുഷ്പങ്ങളെ കൊണ്ട് അങ്ങേയറ്റം ആരെയും ആകർഷിക്കുന്ന മണമുള്ള വായുവിനോട് കൂടിയതായ ആ കാടുകൾ, അതേപോലെ തന്നെ നദികൾ, തടാകങ്ങൾ, ഇതെല്ലാം കടന്ന് സുമന്ത്രര് അയോധ്യയിലേക്ക് പോവുക. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും വന്ന മാർഗം, അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ ദൃശ്യങ്ങളെല്ലാം സുമന്ത്രരുടെ കണ്ണുകളിൽ പതിയുന്നുണ്ടെങ്കിലും അതൊന്നും സുമന്ത്രരുടെ മനസ്സിലേക്ക് ചെല്ലുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സുമന്ത്രരുടെ മനസ്സിൽ രാമപാദങ്ങൾ മാത്രമേ ഉള്ളൂ. രാമനെ പിരിഞ്ഞതിലുള്ളതായ ദുഃഖം മാത്രമേ ഉള്ളൂ. അതുമായിട്ട് സുമന്ത്രർ വളരെ വേഗത്തില് അയോധ്യയിലേക്ക് പാഞ്ഞുപോയി. എത്രയും വേഗം മഹാരാജ സന്നിധിയിലെത്തണം, അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വേഗത്തിലുള്ള യാത്ര. തഥ സായാഹ്ന സമയേ ദ്വിതീയേഹ നിസാരഥി, രണ്ടാമത്തെ പകല്, ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷം രണ്ടാമത്തെ പകല് അസ്തമിക്കാൻ തുടങ്ങുമ്പോ സാരഥിയായിരിക്കുന്ന സുമന്ത്രര്, ദശരഥ മഹാരാജാവിന്റെ മന്ത്രിയായിരിക്കുന്ന സുമന്ത്രര് അയോധ്യയിൽ എത്തിച്ചേർന്നു. ആ അയോധ്യയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും സുമന്ത്രർ കാണുന്നതായ ദൃശ്യം സുമന്ത്രരെ വളരെയേറെ വേദനിപ്പിച്ചു. എത്രയോ ദശകങ്ങളായിട്ട് അദ്ദേഹം ദശരഥ മഹാരാജാവിനെ മന്ത്രി എന്നുള്ള നിലയിൽ സേവിക്കുന്നു. അതെല്ലാം ഈ അയോധ്യ ആനന്ദപൂർണമായിരുന്നു. എങ്ങും സന്തോഷം, എങ്ങും ഐശ്വര്യം, എങ്ങും സമൃദ്ധി. ദേവലോകത്തെക്കാളും മനോഹരമായിരുന്നു അയോധ്യ. പക്ഷേ ഇപ്പോഴോ അതുവരെ കണ്ട അയോധ്യയിൽ നിന്നിട്ട് നേരെ വിപരീതം.